ഇനി ഈ ആപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സേവനങ്ങൾ അഥവാ സർവീസസ് എന്ന ഭാഗം പരിചയപ്പെടാം. 3 ഭാഗങ്ങളായി സർവീസസ് പേജിനെ തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം സേവനം എന്ന പാർട്ടാണ്. ഇവിടെ ആദ്യം കാണുന്നത് ബില്ലടയ്ക്കാനുള്ള സൗകര്യമാണ്. ആദ്യഘട്ടത്തിൽ വൈദ്യുതി, വെള്ളം, ഇന്റർനെറ്റ് മുതലായ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അടുത്തത് മീറ്റ് ആൻഡ് ഒഫീഷ്യൽ അഥവാ ഉദ്യോഗസ്ഥരെ കാണുക എന്ന സൗകര്യമാണ്. പൊതുജനസേവകരായ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ ഈ സൗകര്യം നമുക്ക് ഉപയോഗിക്കാം. ഉദ്യോഗസ്ഥരുമായി നേരിട്ടോ വീഡിയോ കോൾ വഴിയോ ഒരു നിശ്ചിത സമയത്ത് കൂടിക്കാഴ്ച നടത്താവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം റിപ്പോർട്ട് കറപ്ഷൻ അഥവാ അഴിമതിക്കെതിരെ വിജിലൻസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ്. നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടോ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തവർക്ക് രഹസ്യമായോ സർക്കാർ വകുപ്പുകളിലോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലോ നടക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ അറിയിക്കുന്ന വിസിൽ ബ്ലോവർ ആയോ ഈ സേവനം ഉപയോഗിക്കാം. ഇനി വിവിധ വകുപ്പുകളുടെയും വിഭാഗങ്ങളുടെയും സേവനം ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ്. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങി നിരവധി സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷകളും സ്കോളർഷിപ്പുകൾ, വെൽഫെയർ സ്കീമുകൾ, പെൻഷൻ മുതലായവ ലഭിക്കുന്നതിനുള്ള അപേക്ഷകളും നികുതികൾ ഒടുക്കുന്നതിനുള്ള സംവിധാനങ്ങളും റേഷൻ കാർഡ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ, പുതുക്കൽ തുടങ്ങിയ സേവനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സേവനങ്ങൾ എന്ന പേജിലെ അടുത്ത ഭാഗം പരാതികൾ ആണ്. ജില്ലാതല പരാതി പരിഹാര സംവിധാനം, മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം, മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സംവിധാനം വഴി ഫോൺ മുഖേന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി പറയാനുള്ള സംവിധാനം തുടങ്ങിയ സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തിപരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ അഥവാ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുക എന്ന സെക്ഷനുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെ തൊട്ടുകൂടായ്മ, ജാതി വിവേചനം, സംഘടിത ഭിക്ഷാടനം, മനുഷ്യക്കടത്ത്, അടിമത്തം, വ്യാജമദ്യം, ലഹരി ഉപയോഗം മുതലായ സാമൂഹിക പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഹിസ്റ്ററി എന്ന ഒരു ഭാഗം കൂടിയുണ്ട്. മുൻപ് നൽകിയ അപേക്ഷകൾ, പരാതികൾ, പേയ്മെന്റ് ഡീറ്റെയിൽസ് മുതലായവയുടെ ഹിസ്റ്ററി ഇവിടെ കാണാനും അവയുടെ നിലവിലെ സ്ഥിതി അറിയാനും ഈ ഭാഗം നമ്മെ സഹായിക്കുന്നു.